എല്ലാവർക്കും നമസ്കാരം. ജെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മട്ടൻ വെച്ചിട്ട് ഒരു കുറുമ ഉണ്ടാക്കിയെടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1 കിലോ മട്ടൻ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. സവാള ഒരു മീഡിയം സൈസിലുള്ള 2 സവാള നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തത്. കുക്കർ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് വഴറ്റിയെടുത്തിട്ട് ഒരു ഗോൾഡൻ നിറമായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. അപ്പോൾ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി അരച്ച് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച ഒക്കെ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു തക്കാളി കനം കുറച്ച് അരിഞ്ഞെടുത്തത് ഒന്ന് മതിയിട്ടാണ്. അതൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിന് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ കുരുമുളകും പച്ചമുളകുമാണ് ഇതിൻ്റെ എരിവിന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളക് ഞാനൊരു 3 എണ്ണം വലുത് എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി വേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് വഴന്ന് നന്നായി ഒന്നങ്ങനെ കുഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഞാൻ പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ ഒരു നിറമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു മണം വരും. ഈ പൊടികളുടെയൊക്കെ ഒരു മൂത്ത മണം വരുന്ന സമയത്ത് നമ്മൾക്കിതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു സിം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്തെന്ന് കണ്ടാൽ നമുക്കിതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. മട്ടൺ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മിനിറ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് അങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കറിക്ക് എത്രയും നമുക്ക് വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം ഉണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്ന വരെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ അടുപ്പിച്ചാൽ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ ഇനി മട്ടനൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് വെന്ത മട്ടനിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് സിമ്മിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ചൂടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അണ്ടിപ്പരിപ്പും കൂടെ നല്ല കട്ടിക്ക് അരച്ചെടുത്തതാണ്. അപ്പോൾ അത് ഒഴിച്ചിട്ട് നമുക്കൊന്നിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കാം. ഇത് ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം തിളക്കുന്നുണ്ടോ നോക്കട്ടെ. ഫസ്റ്റ് നമ്മളൊന്ന് അങ്ങനെ ചൂടാക്കാൻ വെച്ചപ്പോൾ ഒന്ന് തിള വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് ഒഴിച്ചു കൊടുത്തത്. ഇത് അരപ്പ് ചേർത്തതിന് ശേഷം ഇതൊന്നങ്ങനെ പതഞ്ഞ് തിളക്കാനായി വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ അധികം തിളപ്പിക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം മൂടി വെക്കുക. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള കുറുമയാണ്. ഇനിയിപ്പോൾ ഇത് ആറും തോറും നല്ല കട്ടിക്കായി വരും കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.